ശ്രീരാമ ജയ രാമ ശ്രീരാമ ജയ രാമ ശ്രീരാമ ജയ രാമ. സീതാസ്വയംവരം. വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോടീ വണ്ണമരുൾ ചെയ്താൻ. ബാലകന്മാരെ, പോക മിഥിലാപുരിക്കു നാം, കാലവും വൃഥാ കളഞ്ഞിടുകയരുതല്ലോ. യാഗവും മഹാദേവചാപവും കണ്ടു പിന്നെ വേഗമോടയോധ്യയും പുക്കു താതനെ കാണാം. ഇത്തരമരുൾ ചെയ്തു ഗംഗയും കടന്നവർ സത്വരം ചെന്നു മിഥിലാപുരമകം പൊക്കു. മുനിനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചിതെന്നതു കേട്ട നേരം മനസ്സി നിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനകമഹീപതി സംഭ്രമസമന്വിതം പൂജാസാധനങ്ങളും എടുത്തു ഭക്തിയോടും ആചാര്യനോടും ഇഷ്ടിവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ചാചാരം പൂണ്ടു നിന്ന രാമലക്ഷ്മണന്മാരെ കാണാൻ നൃപേന്ദ്രനും സൂര്യചന്ദ്രന്മാരെന്ന പോലെ ഭൂപാലേശ്വരനന്ദന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും. കന്ദർപ്പൻ കണ്ടു വന്ദിച്ചിടിന ജഗദേക സുന്ദരന്മാരിവരാരെന്നു കേൾപ്പിക്കേണം. നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ടു കാണായതിപ്പോൾ വിശ്വാമിത്രനനുമതി കേറ്റരുൾ ചെയ്തിടാൻ. വിശ്വസിച്ചാലും മമ വാക്യം നീ നരപദേ. വീരനാം ദശരഥൻ തന്നെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ, ലക്ഷ്മണൻ മൂന്നാമൻ. എന്നുടെ യാഗം രക്ഷിച്ചിടുവാനിവരെ ഞാൻ ചെന്നു കൂട്ടിക്കൊണ്ടു പോന്നീടിനാനിതു കാലം. കാടകം പുക്കുന്നേരം വന്നൊരു നിശാചരി താടകന്നെയൊരു ബാണം കൊണ്ടേതു കൊന്നാൻ. പേടിയും തീർന്നു സിദ്ധാശ്രമം പൊക്കു യാഗമാടൽ കൂടെ രക്ഷിച്ചിടിനാൻ വഴി പോലെ. ശ്രീപാദാംബുജരജ സ്പൃഷ്ടി കൊണ്ട ഹല്യതൻ പാപവും നശിപ്പിച്ചു പാപനയാക്കിയിടിനാൻ. പരമേശ്വരമായ ചാപത്തെ കാൺമാനുള്ളിൽ പരമഗ്രാഗ്രഹമുണ്ടു, നീയതു കാറ്റിടേണം. ഇത്തരം വിശ്വാമിത്രൻ തന്നെ വാക്യം കേട്ടു സത്വരം ജനകനും പൂജിച്ചു വഴി പോലെ. സൽക്കാരായോഗ്യന്മാരാം രജപുത്രന്മാരെ കണ്ട് നറുനിങ്കൽ പ്രീതി വർദ്ധിച്ച ജനകനും തന്നെ സജീവനെ വിളിച്ചു നിയോഗിച്ചു. ചെന്നു നീ വരുത്തേണമീശ്വരനുടെ ജാപം എന്നതു കേട്ട് മന്ത്രിപ്രവരൻ നടകൊണ്ടാൻ. അന്നേരം ജനകനും കൗശികനോടു ചൊന്നാൻ. രാജനന്ദനായ ബാലകന്റെ കുവരൻ രാജീവലോചനൻ സുന്ദരൻ ദാശരഥി വില്ലിതു കുലച്ചുടൻ വലിച്ചു മുറിച്ചീടിൽ. വല്ലഭനിപൻ മമ നന്ദനിക്കെന്നും നൂനം എല്ലാം ഈശ്വരനെന്നേ ചൊല്ലാവതിനെക്കെനിപ്പോൾ വില്ലീഹ വരുത്തിയിടൂകെന്നരുൾ ചെയ്തു മുനി. കിങ്കരന്മാരെ നിയോഗിച്ചതു മഹീന്ദ്രനും ഹുങ്കാരത്തോട് വന്നു ചാപവാഹകന്മാരും സ്വത്തരമയ്യായിരം കിങ്കരന്മാരും കൂടി മൃത്യുശാസന ചാപമെടുത്തു കൊണ്ടുവന്നാർ. ഖണ്ഡാസഹസ്രമണി വസ്ത്രാദിവിഭൂഷിതം കണ്ടാലും ത്രയംബകമെന്നിതു മന്ത്രീന്ദ്രനും. ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമ ചന്ദ്രനുമാനന്ദം ഉൾക്കൊണ്ടു വന്ദിച്ചിടിനാൻ. വില്ലെടുക്കുമോ കുലച്ചിടാമോ വലിക്കാമോ
ചൊല്ലുകന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ. എല്ലാമാകുന്നതു ചെയ്താലും മടിക്കേണ്ട, കല്യാണമിതു മൂലം വന്നു കൂടിയിടുമല്ലോ. മന്ദഹാസവും പൂണ്ടു രാഘവനതു കേട്ടു, മന്ദം മന്ദം പോയി ചെന്നു നിന്നു കണ്ടിതു ചാപം. ജ്വലിച്ച തേജസ്സോടും എടുത്തു വേഗത്തോടെ, കുലച്ചു വലിച്ചുടൻ മുറിച്ചു ചിതശ്രമം. നിന്നരുളെന്ന നേരം ഈരേഴു ലോകങ്ങളും ഒന്ന് മാറ്റൊലി കൊണ്ടു വിസ്മയപ്പെട്ടു ജനം. പാട്ടുമാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗളസ്തുതികളും. ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവനെ സേവിക്കയും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ടു വിശ്വേശ്വരനുടെ വിവാഹം മഹോത്സവാരംഭഘോഷം കണ്ടു കൗതുകം പൂണ്ടാർ. ജനകഞ്ചകത് സ്വാമിയാകിയ ഭഗവാനെ ജനസംസതി കാടാശ്ലേഷവും ചെയ്താനല്ലോ. ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെപ്പോലെ. മൈഥിലി മയിൽപീട പോലെ സന്തോഷം പൂണ്ടാർ. കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും മൈഥിലി തന്നെ പരിചാരികമാരും നിജ മാതാക്കന്മാരും കൂടി നന്നായി ചമച്ചിയാർ. സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ, സ്വർണമാലയും ധരിച്ചാദരാൽ മന്ദം മന്ദം അർണോജനത്തൻ മുൻപിൽ സ്വരൂപം വിനീതയായി വന്നുടൻ നേത്രോത്ഫലമാലയുമിട്ടാൾ മുന്നേ. പിന്നാലെ വരണാർത്ഥമാലയുമിട്ടീടിനാൾ. മാലയും ധരിച്ചു നീലോൽപകാന്തി തേടും ബാലകൻ ശ്രീരാമനും ഏറ്റവും വിളങ്ങിയിടിനാൻ. ഭൂമി നന്ദനിക്കനുരൂപനായി ശോഭിച്ചിടും ഭൂമിപാലക ബാലൻ തന്നെ കണ്ടവർക്കളും ആനന്ദാബുധി തന്നിൽ വീണുടൻ മുഴുകിനാർ. മാനവവീരൻ വാഴ്കെന്നാശിയും ചൊല്ലിയിടിനാർ. അന്നേരം വിശ്വാമിത്രൻ തന്നോടു ജനകനും വന്ദിച്ചു ചൊന്ന, നിനിക്കാലത്തിക്കളയാതെ പത്രവും കൊടുത്തയച്ചിടേണം ദൂതന്മാരെ സത്വരം ദശരഥ ഭൂപനെ വരുത്തുവാൻ. വിശ്വാമിത്രനും മിഥിലാധിപൻ താനും കൂടി വിശ്വാസം ദശരഥൻ തനിക്കു വരും വണ്ണം നിശേഷ വൃത്താന്തങ്ങൾ എഴുതിയയച്ചിതു. വിശ്രമത്തോടു നടകൊണ്ടിതു ദൂതന്മാരും. സാകേതപുരി പുക്കു ഭൂപാലൻ തന്നെ കണ്ടു ലോകൈകാധിപൻ കയ്യിൽ കൊടുത്തു പത്രമതും. സന്ദേശം കണ്ടും പങ്ക്തി സ്വന്തനന്താനുമിനി സന്ദേഹമില്ല പുറപ്പെടുകന്നുര ചെയ്തു. അഗ്നിമാനുപാധ്യായനാകിയ വസിഷ്ഠനും പത്നിയാമരുന്ധതി അനുമായി പുറപ്പെട്ടു. കൗതുകം പൂണ്ടു ചതുരംഗവാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി ഭരതശത്രുഘ്നന്മാരായ പുത്രന്മാരും പരമോത്സവയോഗ്യവാദ്യാഘോഷങ്ങളോടും മിഥിലാപുരകമകം പുക്കിതു ദശരഥൻ. മിഥിലാധിപൻ താനും ചെന്നെതിരേറ്റുകൊണ്ടാൻ. വന്ദിച്ചു സദാനന്ദൻ തന്നോടും കൂടെ ചെന്നു. വന്ദ്യനാം വസിഷ്ഠനെ ധനുപത്നിയെയും അർഘ്യപാപ്യാദികളാൽ അർപ്പിച്ചു യഥാവിധി സത്കരിച്ചിതു. തഥാ യോഗ്യമൂർവീന്ദ്രൻ താനും രാമലക്ഷ്മണന്മാരും വന്ദിച്ചു പിതാവിനെ സാമോദം വസിഷ്ഠ നാമാചാര്യ പാദാംജവും തൊഴുതു മാതൃജനങ്ങളെയും യഥാക്രമം. തൊഴുതു ശ്രീരാമ പാദാംബോജമനുജന്മാർ. തൊഴുതു ഭരതനെ ലക്ഷ്മണനു കുമാരനും. തൊഴുതു ശത്രുഘ്നനും ലക്ഷ്മപാദാംബോജം വക്ഷസി ചേർത്തു. താതൻ രാമനെ പുണർന്നിട്ടു ലക്ഷ്മണനെയും ഗാഢാശ്ലേഷവും ചെയ്തിടിനാൻ. ജനകൻ ദശരഥൻ തന്നെ
കയ്യും പിടിച്ചനുമോദത്തോടുര ചെയ്തതു മധുരമായി. 4 കന്യകമാരുണ്ടെനിക്കു കൊടുപ്പാനായി. 4 പുത്രന്മാർ ഭഗവാൻ തനിക്കുണ്ടല്ലോ താനും. ആകയാൽ 4 കുമാരന്മാർക്കും വിവാഹം ചെയ്താകിലോ നിരൂപിച്ചാലേതുമേ മടിക്കേണ്ട. വസിഷ്ഠൻ താനും ശതാനന്ദനും കൗശികനും വിധിച്ചു കൂർത്തവും 4 യഥക്രമം. ചിത്രമായിരിപ്പൊരു മണ്ഡപമതും തീർത്തു. മുത്തുമാലകൾ പുഷ്പഫലങ്ങൾ തൂക്കി. നാനാരത്നമടിത സ്തംഭ തോരണങ്ങളും നാട്ടി. രത്നമടിത സ്വർണപീഠവും വച്ചു ഭക്ത്യാ ശ്രീരാമപാദാംബോജം കഴുകിച്ചനന്തരം വേര് ദുന്ദുഭി മുഖ്യവാദ്യഘോഷങ്ങളോടും ഹോമവും കഴിച്ചു തൻ പുത്രിയാം വൈദേഹിയെ രാമനു നൽകിയിടിനാൻ ജനകമഹേന്ദ്രനും. തൽപാദതീർത്ഥം നിജ ശിരസി ധരിച്ചുടനാൾ പുളകാംഗത്തോടെ നിന്നിതു ജനകനും. യാതൊരു പാദതീർത്ഥം ശിരസി ധരിക്കുന്നു ഭൂദേശ വിധിമ മുനീന്ദ്രന്മാർ ഭക്തിയോടെ. ഊർമിള തന്നെ വേട്ടു ലക്ഷ്മണനു കുമാരനും കാമ്യാംഗിമാരാം ശ്രുതകീർത്തിയും മാണ്ഡവിയും ഭരത ശത്രുഘ്നന്മാർ തന്നെ പത്മാരായി. പരമാനന്ദം പൂണ്ടു വസിച്ചൊരെല്ലാവരും കൗശികാത്മജനോടും വസിഷ്ഠനും കൂടി. വിശദസ്മിതപൂർവം പറഞ്ഞു ജനകനും. 3 നാരദനുൾ അരുൾ ചെയ്തു കേട്ടിരിപ്പൂ ഞാൻ എന്നുടെ മകളായ സീതാവൃത്താന്തമെല്ലാം. യാഗഭൂദേശം വിശ്വദ്വാർത്ഥമായുഴ പോളേതക സീതാമധ്യേ കാണായി കന്യാരത്നം ജാതയായൊരു ദിവ്യകന്യക തനിക്കു ഞാൻ. സീതയെന്നൊരു നാമം വിളിച്ചേതുന്നതു മൂലം പുത്രിയായി വളർത്തു ഞാനിരിക്കും കാലത്തിങ്കലത്ര. നാരദൻ എഴുന്നള്ളിപ്പിനാനൊരു ദിനം എന്നോട് മഹാമുനിതാൻ ചെയ്താനപ്പോൾ. നിന്നുടെ മകളായ സീതാവൃത്താന്തം കേൾ നീ. പരമാനന്ദമൂർത്തി ഭഗവാൻ നാരായണൻ പരമാത്മാ വാമജൻ ഭക്തവത്സലൻ നാഥനും ദേവകാര്യാർത്ഥം പങ്ക്തി കണ്ട നിഗ്രഹത്തിനായി ദേവേന്ദ്രവിരിഞ്ചരുദ്രാദികളർത്തിക്കയാൽ ഭൂമിയിൽ സൂര്യാന്വയെ വന്നവതരിച്ചിതു രാമനായി. മായാമർത്യവേഷനുണ്ടെന്നറിഞ്ഞാലും യോഗേശ്വരൻ മനുഷ്യനായിടുമ്പോൾ അതുകാലം യോഗമായാദേവിയും മാനുഷവേഷത്തോടെ ജാതയായിതു തവ വേശ്മനെ തൽക്കാരണത്താൽ സാദരം ശ്രീരാമന് കൊടുക്ക മടിയാതെ. ഇദ്ധം നാരദൻ അരുളി ചെയ്തു മറഞ്ഞിതു പുത്രിയായി വളർത്തിയത് ഭക്തി കൈക്കൊണ്ടു ഞാനും. സീതയെ ശ്രീരാഘവനെങ്ങനെ കൊടുക്കാവൂ ചേതസി നിരൂപിച്ചാൽ എങ്ങനെ അറിയുന്നു എന്നതോർത്തിരിക്കുമ്പോൾ ഒന്ന് മാനസേ തോന്നി. പന്നകവിഭൂഷണൻ തന്നനുഗ്രഹശക്ത്യാ മൃത്യുശാസന ചാപം മുറിച്ചിടുന്ന പുമാൻ ഭർത്താവാകുന്നതു മൽപ്പല്ലിക്കെന്നൊരു പണം ചിത്തത്തിൽ നിരൂപിച്ചു വരുത്തി നൃപന്മാരെ. ശക്തിയിൽ ഇതിനെന്നു പൃഥ്വിപാലകന്മാരും ഉദ്ധതഭാവമെല്ലാം അകലെ കളഞ്ഞുടൻ ബുദ്ധിയും കെട്ടുപോയങ്ങടങ്ങിക്കൊണ്ടാരല്ലോ. അത്ഭുത പുരുഷനാമുൽപ്പലനേത്രൻ തന്നെ ത്വൽപ്രസാദത്തിലിന്നു സിദ്ധിച്ചേൻ ഭാഗ്യവശാൽ. ദർപ്പകസമനായ ചിൽപരുഷനെ നോക്കി പിൽപ്പാടു തെളിഞ്ഞുര ചെയ്തിതു ജനകനും. അദ്യമേ സഫലമായി വന്നു മാനുഷജന്മം ഗദ്യോതായുധ സഹസ്രോദ്ധത രൂപത്തൊടും. ഗദ്യോതാന്യയെ പിറന്നൊരു നിന്തിരുവടി വിദ്യുസംയുതമായ ജീമൂതന്ന പോലെ. ശക്തിയാം ദേവിയോടും യുക്തനായി കാൺക മൂലം ഭക്തവത്സല മമ സിദ്ധിച്ചു മനോരഥം. രക്തപങ്കജ ചണാഗ്രേ സന്തതം മമ ഭക്തി സംഭവിക്കേണം മുക്തിയും ലഭിക്കേണം. ത്വൽപാദാംബുജ ഗളിതാംബുര അരണം കൊണ്ടു സർപ്പഭൂഷണൻ ജഗത്തൊക്കെ സംഹരിക്കുന്നു.
ത്വൽപാദാംബുജകളിത അംബൂധാരണം കൊണ്ടു സൽപമാൻ മഹാബലി സിദ്ധിച്ചാനൈന്ദ്രം പദം. ത്വൽപാദാംബുജരജ സൃഷ്ടികൊണ്ടഹല്യയും കിൽബിഷത്തോടു വേർപെട്ടു നിർമ്മലയാൾ നിന്തിരുവടിയുടെ നാമകീർത്തനം കൊണ്ടു ബന്ധവും അകന്നു മോക്ഷത്തെയും പ്രാപിക്കുന്നു. സന്തതം യോഗസ്ഥന്മാരാകിയ മുനീന്ദ്രന്മാർ ചിന്തിക്കായി വരേണമേ പാദപങ്കജദ്വയം. യുദ്ധമോരോന്നേ ചൊല്ലി സ്തുതിച്ചു ജനകനും ഭക്തി കൈക്കൊണ്ടു കൊടുത്തിടിനാൻ മഹാധനം. കരികളൂറും 100,000 തേരും തുരകങ്ങളെയും നൽകിയിടിനാൻ 100,000. പത്തിയും 1,00,300 ദാസികളും വസ്ത്രങ്ങൾ ദിവ്യങ്ങളായുള്ളതും ബഹുവിധം മുത്തുമാലകൾ ദിവ്യരത്നങ്ങൾ പലതരം പ്രത്യേകം 100 കോടി കാഞ്ചന ഭാരങ്ങളും സീതാദേവിക്കൊടുത്തിടിനാൻ ജനകനും പ്രീതി കൈക്കൊണ്ടു പരിഗ്രഹിച്ചു രാഘവനും. വിധിനന്ദന പ്രമുഖന്മാരാം മുനികളെ വിധിപൂർവം ഭക്ത്യാ പൂജിച്ചു വണങ്ങിനാൻ. സമ്മാനിച്ചിതു സുമന്ത്രാദിമന്ത്രികളെയും സമ്മോദം പൂണ്ടു ദശരഥനും പുറപ്പെട്ടു. കൽമഷകമകന്നൊരു ജനക നൃപേന്ദ്രനും തന്മകളായ സീത തന്നെയുമാശ്ലേഷിച്ചു നിർമ്മലഗാത്രിയായ പുത്രിക്കു പതിവ്രതാധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചു വഴിപോലെ. ചിന്മയൻ മായാമയനായ രാഘവൻ നിജധർമാധാരങ്ങളോടും കൂടെ പുറപ്പെട്ടു. മൃദംഗാന ഗഭേരി തുര്യാഘോഷങ്ങളോടും മൃദുഗാനങ്ങൾ തേടും വീണയും കുഴലുകൾ ശൃംഗകാഹളങ്ങളും മദ്ദളമിടക്കകൾ ശൃംഗാരരസ പരിപൂർണ വേഷങ്ങളോടും ആന തേർ കുതിര കാലാളായ പടയോടു ആനന്ദമോടും പിതൃമാതൃഭ്രാതാക്കളോടും കൗശിക വസിഷ്ഠാദി താപസേന്ദ്രന്മാരായ ദേശികന്മാരോടും ഭൃത്യമാദ്യാദികളോടും വേഗമോടെ അയോധ്യക്കാമാറു തിരിച്ചപ്പോൾ ആകാശദേശീ വിമാനങ്ങളും നിറഞ്ഞുതേ. സന്നാഹത്തോടു നടന്നിടുമ്പോൾ ജനകനും പിന്നാലെ ചെന്നു യാത്രയരച്ചോരന്തരം. വെൺകൊറ്റക്കുട തഴവെൺചാമരങ്ങളോടും തിങ്കൾ മണ്ഡലം തൊഴുമാലവട്ടങ്ങളോടും ചെങ്കൊടിക്കൂറകൾ കൊണ്ടങ്കിത ധ്വജങ്ങളും കുങ്കുമമലയജ കസ്തൂരിഗന്ധത്തോടും നടന്നു വിരവോടു 3 യോജന വഴി കടന്ന നേരം കണ്ടു നിർനിമിത്തങ്ങളെല്ലാം. ഭാർഗവഗർവശമനം. അന്നേരം വസിഷ്ഠനെ വന്ദിച്ചു ദശരഥൻ ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുകെന്നാൻ. മന്നവാ, കുറഞ്ഞോരു ഭീതിയുണ്ടാകുമിപ്പോൾ, പിന്നെയും അഭയമുണ്ടാകുമെന്നറിഞ്ഞാലും ഏതുമേ പേടിക്കേണ്ട, നല്ലതേ വന്നുകൂടു. ഖേദവുമുണ്ടാകേണ്ട, കീർത്തിയും വർദ്ധിച്ചിടും. ഇത്തരം വിധി സുതന അരുളി ചെയ്യുന്നേരം പദ്ധതി മധ്യേ കാണായി വന്നു ഭാർഗവനെയും. നീലനീരത നിപ നിർമ്മല വർണ്ണത്തോടും നീലലോഹിത ശിഷ്യൻ ബടവാനലസമൻ ക്രുദ്ധനായി പരശുബാണാനന്ദങ്ങളും പൂണ്ടു പദ്ധതി മധ്യേ വന്നു നിന്നപ്പോൾ ദശരഥൻ ബദ്ധസാത്വസം വീണു നമസ്കാരവും ചെയ്താൻ. ബുദ്ധിയും കെട്ടുനിന്നു മറ്റുള്ള ജനങ്ങളും ആർത്തനായി പങ്ക്തിരഥൻ ഭാർഗവരാമൻ തന്നെ പേർത്തു വന്ദിച്ചു ഭക്ത്യാ കീർത്തിച്ചാൻ പലതരം. കാർത്തവീര്യാരേ പരിത്രാഹി മാം തപോനിധേ, മാർത്താണ്ഡകാലം പരിത്രാഹി കാരുണ്യാംബുദേ, ക്ഷത്രിയാന്തക പരിത്രാഹി മാം ജഗദഗ്നിപുത്ര, മാം പരിത്രാഹി രേണുകാത്മബ്ജ വിഭോ, പരശുപാണേ പരിപാലയ കലം മമ, പരമേശ്വരപ്രിയ പരിപാലയം നിത്യം. പാർത്ഥിവ സമുദായ രക്തതീർത്ഥത്തിൽ കളി ശാസ്തയാ പിതൃഗണതർപ്പണം ചെയ്തു നാഥ, കാത്തുകൊള്ളുക തപോവാരിധേ ഭൃഗുപദേ, കാൽ തളിരിന തവ ശരണം മമ വിഭോ.
ഇത്തരം ദശരഥൻ ചൊന്നതാതറിയാതെ ഭദ്രരോഷേണ വഗ്നിജ്വാല പൊങ്ങിയിടും വണ്ണം വക്ത്രവും മധ്യാർക്കമണ്ഡലം പോലെ ദീപ്ത്യാ സ്വത്തരം ശ്രീരാമനോരരുളി ചെയ്തിടാന്. ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമനിധി ഭുവത്തിങ്കൽ മാനവനായ ഭവാൻ ക്ഷത്രിയനാകിലോ നെല്ലു നിൽക്ഷണ രക്ഷമെന്നോട് യുദ്ധം ചെയ്വാൻ വെല്ലിങ്കൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ കേൾ. നീയല്ലോ ബലശൈവചാപം കണ്ടിച്ചതെൻ്റെ കയ്യിലുണ്ടൊരു ചാപം വൈശ്യം മഹാസാരം ക്ഷത്രിയ കലജാതൻ നീ ഇതുകൊണ്ടു സത്വരം പ്രയോഗിക്കിൻ നിന്നോട് യുദ്ധം ചെയ്യുവാൻ. അല്ലായെങ്കിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതു ഉണ്ടില്ല സന്ദേഹമെനിക്കെന്നതും ധരിച്ചാലും ക്ഷത്രിയ കലാന്തകൻ ഞാനെന്നതറിഞ്ഞില്ലേ. ശത്രുത്വം നമ്മിൽ പണ്ടു പണ്ടേയുന്നോർക്ക നീ. രേണുകാത്മജനേവം പറഞ്ഞോരന്തരം ക്ഷോണിയും പാരമൊന്നു വിറച്ചു ഗിരികളും അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞു ദിക്കുകളും സിന്ധുവാരിയുമൊന്നു കലങ്ങി മറിഞ്ഞിതു. എന്തോരു വരുന്നിതെന്നോർത്തു ദേവാദികളും ചിന്ത പൂണ്ടുഴുന്നിതു താപസവരന്മാരും പങ്ക്തിസ്വന്ദനൻ ഭീതി കൊണ്ടു വേപത പൂണ്ടു സന്താപമുണ്ടായി വന്നു വിരിഞ്ച തനയനും മുക്തഭാവവും പൂണ്ടു രാമനാം കുമാരനും ക്രുദ്ധനാം പരശുരാമൻ തന്നോടരുൾ ചെയ്തു. ചൊല്ലിഴും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോടെങ്ങനെ തുടങ്ങിയാൽ ആശ്രയം അവർക്കെന്തോന്നുള്ളതു തപോനിധി. സാശ്രമ കലധർമ്മമെങ്ങനെ പാലിക്കുന്നു നിന്തിരുവടി തിരുവുള്ളത്തിലേറുന്നതിനന്തരമുണ്ടോ. പിന്നെ വരുന്നു നിരൂപിച്ചാൽ അന്ധനായി പോരു ബാലകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും ക്ഷത്രിയ കലത്തിങ്കലുദ്ഭവിക്കയും ചെയ്തേൻ. ശസ്ത്രാസ്ത്ര പ്രയോഗ സാമർഥ്യമില്ലല്ലോ താനും ശത്രുമിത്രോദാസീന വേദവുമെനിക്കില്ല ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലല്ലോ. അന്ധകാന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല നിന്തിരുവടിയുടെ ചിന്തിതമതുമൂലം. വില്ലിങ്ങു തന്നാലും ഞാനാകിലോ കലച്ചിടാമല്ലെങ്കിൽ തിരുവുള്ള കേടുമുണ്ടാവേണ്ട. സുന്ദരൻ സുകുമാര നിന്ദിതാരാപതിരാമൻ കന്ദർപ്പകളേഭരൻ കഞ്ചലോചനൻ പരൻ ചന്ദ്രചൂടാരവിന്ദ മന്ദിര മഹേന്ദ്രാദി വൃന്ദാര കേന്ദ്രമുനി വൃന്ദവന്ദിതൻ ദേവൻ മന്ദഹാസവും പൂണ്ടു വന്ദിച്ചു മന്ദേതരം. നന്ദിച്ചു ദശരഥ നന്ദനൻ വില്ലും വാങ്ങി നിന്നരുളുന്ന നേരമീരേഴു ലോകങ്ങളും ഒന്നിച്ചു നിറഞ്ഞൊരു തേജസ കാണായി വന്നു. കുലച്ചു ബാണമേകെടുത്തു തൊടുത്താശു വലിച്ചു നിറച്ചുടൻ നിന്നതു ചിദംബരം. ചോദിച്ചു ഭൃഗപതി തന്നോടു രഘുപതി മോദമോടരുളി ചെയ്തിടണം ദയാനിധേ. മാർഗണം നിഷ്ഫലമായി വരികയില്ല മമ ഭാർഗവരാമ ലക്ഷ്യം കാട്ടി തന്നിട വേണം. ശ്രീരാമവചനം കേട്ടന്നേരം ഭാർഗവനും ആരൂഢാനന്ദമതിനുത്തരമരുൾ ചെയ്തു. ശ്രീരാമ രാമ മഹാബാഹോ ജാനകീപദേ ശ്രീരമണാത്മക രാമ ലോകാഭിരാമ രാമ. ശ്രീരാമ സീതാഭിരാമാനന്ദാത്മക വിഷ്ണു ശ്രീരാമ രാമ രമാരമണ രഘുപദേ. ശ്രീരാമ രാമ പുരുഷോത്തമ ദയാനിധേ. ശ്രീരാമ സൃഷ്ടിസ്ഥിതി പ്രളയഹേതുമൂർത്തി. ശ്രീരാമ ദശരഥനന്ദന ഋഷികേശ. ശ്രീരാമ രാമ രാമ കൗസല്യാത്മജ ഹരേ. എങ്കിലോ പുരാവൃത്തം കേട്ടുകൊണ്ടാലും മമ പങ്കജവിലോചന കാരുണ്യവാരിധേ. ചക്രതീർത്ഥത്തിങ്കൽ ചെന്നെത്രയും ബാല്യകാലേ ചക്രപാണിയെത്തന്നെ തപസ്സു ചെയ്തേൻ ചിരം. ഉഗ്രമാം തപസ്സു കൊണ്ടിന്ദ്രിയങ്ങളെയെല്ലാം
നിഗ്രഹിച്ചനുദിനം സേവിച്ചേൻ ഭഗവാനെ. വിഷ്ണു സേവിതൻ ഭജനീയനീശ്വരൻ നാഥൻ, മാധവൻ പ്രസാദിച്ചു മൽപുരോഭാഗേ വന്നു. സാദരം പ്രത്യക്ഷനായി അരുളി ചെയ്തിടിനാൻ, ഉത്തിഷ്ഠോത്തിഷ്ഠ ബ്രഹ്മൻ തുഷ്ടോഹം തപസ്സാ. തേ സിദ്ധിച്ചു സേവാഫലം നിനക്കെന്നറിഞ്ഞാലും, മത്തേജോയുക്തൻ ഭവാനെന്നതുമറിഞ്ഞാലും. കർത്തവ്യം പലതുണ്ട് ഭവതാ ഭൃഗുപതേ, കൊല്ലണം പൃഥുഹന്താവാകിയ ഹേയനെ. ചൊല്ലെഴും കാത്ത വീരാർജുനനാം നൃപേന്ദ്രനെ, വല്ല ജാതിയും അവൻ മൽക്കുലാശംസനല്ലോ. വല്ലഭം ധനുർവേദത്തിനവനേറുമല്ലോ. ക്ഷത്രിയ വംശം 21 പരിവൃത്തി, യുദ്ധേ നിഗ്രഹിച്ചു കാശ്യപനു ദാനം ചെയ്യുക. പൃഥ്വീമണ്ഡലമൊക്കെ പിന്നെ ശാന്തിയെ പ്രാപിച്ച്, ഉത്തമമായ തപോനിഷ്ഠയാ വസിച്ചാലും. പിന്നെ ഞാൻ ത്രേതായുഗേ ഭൂമിയിൽ ദശരഥൻ തന്നെ തനയനായി വന്നവതരിച്ചിടും. അന്നു കണ്ടിടാം തമ്മിലെന്നാലെന്നുട തേജ സന്യൂനം ദാശരഥി തന്നീലാക്കിയിടുക നീ. പിന്നെയും തപസ്സു ചെയ്ത ബ്രഹ്മപ്രളയാന്തക, മെന്നെ സേവിച്ചു വസിച്ചിടുക മഹാമുനി. എന്നരുൾ ചെയ്തു മറഞ്ഞിടിനാൻ നാരായണൻ, തന്നി യോഗങ്ങളെല്ലാം ചെയ്തിതും ഞാനും നാഥ. നിന്തിരുവടി തന്നെ വന്നവതരിച്ചോരു പങ്ക്തിസ്വന്തന സുതനല്ലോ നിജകൽപതേ. എങ്കിലുള്ളൊരു മഹാവൈഷ്ണവ തേജസ്സെല്ലാം നിങ്കലാക്കിടുവായി നായി തന്നിതു ശരാസനം. ബ്രഹ്മാദിദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടുള്ളോരു കർമ്മങ്ങൾ മായാബലം കൊണ്ടു സാധിപ്പിക്ക നീ. സാക്ഷാൽ ശ്രീനാരായണൻ താനല്ലോ ഭവാൻ ജഗൽ സാക്ഷിയായിടും വിഷ്ണു ഭഗവാൻ ജഗന്മയൻ. ഇന്നിപ്പോൾ സഫലമായി വന്നിതു മമ ജന്മം, മുന്നം ചെയ്തൊരു തപസാഫല്യമെല്ലാം വന്ന്. ബ്രഹ്മമുഖ്യന്മാരാലും കണ്ടു കിട്ടിയിടാതൊരു നിർമ്മലമായ രൂപം കാണായി വന്നതു മൂലം, ധന്യയായി കൃതാർത്ഥനായി സ്വസ്ഥനായി വന്നീനല്ലോ. നിന്നുടെ രൂപമുള്ളിൽ സന്തതം വസിക്കണം. അഞ്ജനാൽഭവങ്ങളെല്ലാം ജന്മദിഷഡ്ഭാവങ്ങൾ, സുജ്ഞാനസ്വരൂപനാം നീങ്കലില്ലല്ലോ പോറ്റി. നിർവികാരാത്മാ പരിപൂർണനായിരിപ്പൊരു നിർവാണപ്രദനല്ലോ നിന്തിരുവടി പാർത്താൽ. വഗ്നിയിൽ ധൂമം പോലെ വാരിയിൽ നുര പോലെ, നിന്നുടെ മായ വൈഭവം ചിത്രം ചിത്രം. യാവൽ പര്യന്തം മായാ സംവൃതം ലോകമൂർത്താൽ, താവൽ പര്യന്തമറിയാവല്ല ഭവതത്വം. സമ്മത്സം കൊണ്ടു ലഭിച്ചിടിന ഭക്തിയോടും ത്വൽസേവരാത്മരാമാനുഷർ മെല്ലെ മെല്ലെ. സ്വന്മായാരചിരതാം സംസാര പാരാവാരം തന്മരു കരയേറിയിടുന്നിതു കാലം കൊണ്ടേ. ത്വൽജ്ഞാനപരന്മാരാ മനുഷ്യജനങ്ങൾക്കുള്ള ജ്ഞാനം നീക്കുവൊരു സൽഗുരു ലഭിച്ചിടും. സൽഗുരുവരങ്ങൾ നിന്നമ്പൊടു വാക്കിജ്ഞാന മുൾക്കൊമ്പിലുദിച്ചിടും ത്വൽപ്രസാദത്താലപ്പോൾ. കർമ്മബന്ധത്തിങ്കൽ നിന്നാശു വേർപെട്ടു ഭവ ചിന്മയപദത്തിങ്കൽ ആഹന്തലയിച്ചിടും. ത്വൽ ഭക്തിവിഹീനന്മാരായുള്ള ജനങ്ങൾക്കു കൽപ്പകോടികൾക്കു സിദ്ധിക്കയില്ലല്ലോ. വിജ്ഞാന ജ്ഞാനസുഖം മോക്ഷമെന്നറിഞ്ഞാലും, അജ്ഞാനം നീക്കി ത്വൽബോധം മമ സിദ്ധിക്കണം. ആകയാൽ ത്വൽപാദപദ്മങ്ങളിൽ സദാകാലം മാകലം കൂടാതൊരു ഭക്തി സംഭവിക്കണം. നമസ്തേ ജഗത്പതേ നമസ്തേ രമാപതേ, നമസ്തേ ദാശരഥേ നമസ്തേ സദാംപതേ. നമസ്തേ വേദപതേ നമസ്തേ ദേവപതേ, നമസ്തേ മുഖപതേ നമസ്തേ ധരാപതേ. നമസ്തേ ധർമ്മപതേ നമസ്തേ സീതാപതേ, നമസ്തേ കാരുണ്യാബ്ദേ സമസ്തേ ചാരുമൂർത്തി. നമസ്തേ രാമ രാമ നമസ്തേ രാമചന്ദ്ര, നമസ്തേ രാമ രാമ നമസ്തേ രാമഭദ്ര. സന്തതം നമോസ്തുതേ ഭഗവൻ നമോസ്തുതേ, ചിന്തയേ ഭവച്ചാരണാംബുജം നമോസ്തുതേ. സ്വർഗതിക്കായിട്ടെന്നാൽ സഞ്ചിതമായ പുണ്യമൊക്കെ നിൻ ബാണത്തിനു ലക്ഷ്യമായി ഭവിക്കണം.
എന്നതു കേട്ടു തെളിഞ്ഞന്നേരം ജഗന്നാഥൻ മന്ദഹാസവും ചെയ്തു ഭാർഗവനോട് ചൊന്നാൻ, സന്തോഷം പ്രാപിച്ചേ ഞാൻ നെന്തിടുവടി ഉള്ളതിലെന്തെന്നു ചിന്തിച്ചാതെന്നാൽ അവയെല്ലാം തന്നേൻ. പ്രീതി കൈക്കൊണ്ടു ജമദഗ്നിപുത്രനുമപ്പോൾ സാദരം ദശരഥപുത്രനട അരുൾ ചെയ്തു, ഏതാനും അനുഗ്രഹമുണ്ടെന്നെക്കുറിച്ചെങ്കിൽ പാദഭക്തന്മാരിലും പാദപത്മങ്ങളിലും ചേതസി സദാകാലം ഭക്തി സംഭവിക്കേണം. മാധവാ രഘുപതി രാമകാരുണ്യാംബുധേ, ഈ സ്തോത്രം മയാ കൃതം ജപിച്ചിടുന്ന പുമാൻ ഭക്തനായി തത്വജ്ഞാനനായിടേണം. വിശേഷിച്ചും മൃത്യു വന്നെടുക്കുമ്പോൾ തത്പാദംബുജ സ്മൃതി ചിത്തേ സംഭവിപ്പതിനായി അനുഗ്രഹിക്കണം. അങ്ങനെ തന്നെയെന്നു രാഘവൻ നിയോഗത്താൽ തിങ്ങിനെ ഭക്തി പൂണ്ടു രേണുകാതനയനും സാദരം പ്രദക്ഷിണം കേട്ടു കുമ്പിട്ടുകൂപ്പി പ്രീതനായി ചെന്നു മഹേന്ദ്രജാലം പുക്കിയിടിനാൻ. ഭൂപതി ദശരഥൻ താനതി സന്തുഷ്ടനായി താപവുമകന്നു തൽപുത്രനാം രാമൻ തന്നെ ഗാഢമായ ആശ്ലേഷം ചെയ്താനന്ദാശ്രുക്കളോടും പ്രൗഢാത്മാവായ വിധിനന്ദനോടും കൂടി പുത്രന്മാരോടും പടയോടും ചെന്നയോധ്യയിൽ സ്വസ്ഥമാനസനായി വാണിടിനാൻ കീർത്തിയോടെ. ശ്രീരാമാദികൾ നിജഭാര്യമാരോടും കൂടി സൈസ്വരമായി രമിച്ചു വാണിടിനാരെല്ലാവരും. വൈകുണ്ഠപുരി തന്നെ ശ്രീ ഭഗവതിയോടു വൈകുണ്ഠൻ വാഴും പോലെ രാഘവൻ സീതയോടും ആനന്ദമൂർത്തിമായ മാനുഷവേഷം കൈക്കൊണ്ടാനന്ദം പൂണ്ടു വസിച്ചിടിനാൻ അനുദിനം. കൈകയാ നരാധിപനാകിയ യുധാജിത്തും കൈകേയിതനയനെ കൂട്ടിക്കൊണ്ടങ്ങു ചെൽവാൻ ദൂതനെ അയച്ചതു കണ്ടൊരു ദശരഥൻ സോദരനായി മേവീടും ശത്രുഘ്നനോടും കൂടി സാദരം ഭരതനെ പോവാനായി നിയോഗിച്ചാൻ. ആദരവോടും നടന്നീനാരവർകളും മാതുലൻ തന്നെ കണ്ടു ഭരത ശത്രുഘ്നന്മാർ മോദമുൾക്കൊണ്ടു വസിച്ചിടിനാരതു കാലം. മൈഥിലിയോടും നിജനന്ദനോടും ചേർന്നു കൗസല്യാദേവിതനും പരമാനന്ദം പൂണ്ടാൻ. രാമലക്ഷ്മണന്മാരാം പുത്രന്മാരോടും നിജ ഭാമിനിമാരോടും ആനന്ദിച്ചു ദശരഥൻ സാകേതപുരി തന്നിൽ സുഖിച്ചു വാണിടിനാൻ. പാകശാസന മരാലയെ വാഴും പോലെ നിർവികാരാത്മാവായ പരമാനന്ദമൂർത്തി സർവലോകാനന്ദാർത്ഥം മനുഷ്യാകൃതി പൂണ്ടു തന്നെ മായാദേവിയാക്കിയ സീതയോടും ഒന്നിച്ചു വാണയോധ്യാപുരി തന്നിലന്നേ. ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ ബാലകാണ്ഡം സമാപ്തം.